തൽക്കാലം ബാക്കി നമുക്ക് കഴിച്ചു. അമ്മേ കട്ടപ്പാറ കാണാം. കടാരി എന്തിയാ വേണ്ടി നോക്കി. അത് ഇതും ഗാർഡനിൽ ഇതാണോ? ഇത് പുതിയ ഇതില് ഇതൊക്കെയാണ് ഇടും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇടും. വീട്ടിൽ മോഡിഫിക്കേഷൻ. വീട്ടിൽ സ്വർണം. ഇവിടെ ഇപ്പൊ റോഡ് വിളിക്കുക. അപ്പൊ ഇന്റർലോക്ക് എല്ലാം ഇളക്കി എടുക്ക. ഇതിലെങ്ങനെ ഇതൊന്നുമില്ല. ഏത് അല്ല അത് പഠിക്കണ്ട തന്നെ. ഇനി സൈഡിൽ നിന്ന് ഇനി എളുപ്പമായി. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ താഴോട്ടേക്ക് എടുത്തെടുത്ത് പോകുന്നതാണ് നല്ലത്, അല്ല ഇങ്ങനെ ഇങ്ങനെ എടുത്തു പോകുന്നതാണ് നല്ലത്? എങ്ങനെയായാലും നമ്മളെല്ലാം എടുക്കണം. പിന്നെ ഏത് വഴി കൂടി ആണെങ്കിലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ഓ മറി ഈ മണ്ണൊന്ന് മാറ്റിയിട്ട് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊള്ളാൻ പറ്റുമോ? അല്ലേ അതിൽ നല്ലത് ഇപ്പുറം തള്ളുന്നതായിരിക്കും. അല്ലോ 4 ഇനി 40 എണ്ണം കൂടി പോകണം. 40 ഉണ്ടാവണം. 40 കൂടുതൽ ഉണ്ടേ ഉള്ളൂ. എന്നിട്ട് 40 കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ടാവും. 5 എണ്ണം വെക്കാം. എത്ര എണ്ണം എടുക്കുമെന്ന്. എടാ അതിന് വേദനിക്കൂലടാ. എടാ മറ്റേ സാധനം കൊണ്ട് കുത്തറ. എന്തൊരു ചെറുക്കാണ് ഇത് ലെവറേജിൻ്റെ തിയറി ഉപയോഗിക്കണം ഇവിടെ. നല്ല തിയറി. നോക്കട്ടെ എന്താ തന്നെ പറഞ്ഞ തിയറിയെ കുറ്റം പറയുന്ന. ഓക്കെ ശേ എടുത്തതിന് ഇവിടെ തന്നെ വെക്ക്. ഇതെല്ലാം പാട്ട് കേൾക്കുന്നു. ഇതെന്താ പ്രശ്നം എന്താ അറിയാം എന്നാ? ഈ അറ്റത്ത് സിമെന്റ് ഉണ്ട്. ഇവർ സിമെന്റ് ഇട്ടുകൊണ്ടാണ് ഇതിങ്ങനെ. നീ മാറി, ഞാൻ ഇതാക്കാം. എന്താ നിനക്കൊരു ഇതില്ല. എനിക്ക് എന്തില്ല? നിനക്കൊരു നേക്കില്ല. നാക്കില്ല. നിനക്ക് നാക്കില്ലാത്ത തന്നെയാണ്. ഇതിനൊക്കെ ഒരു നാക്ക് വേണം. ഞാൻ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. എന്നാ ഞാനും തോൽവികൾ ചിത്രീകരിക്കുന്നു. ലെവറേജിൻ്റെ തിയറി യൂസ് ചെയ്തോ? ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കഷ്ടപ്പാടുണ്ടാവില്ല. ഒരു ഗ്രിപ്പ് അടി പിടിക്കാൻ കിട്ടുവാണെങ്കിൽ എളുപ്പത്തിൽ പോരുമല്ല. കണ്ടോ?
കട്ടായി 9. പത്ത് കട്ടയായി. അപ്പോൾ പിന്നെ 40 അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു 150 എണ്ണം ഉണ്ടാവും കേട്ടോ. കണക്ക് നിന്റെയാണ്, എൻ്റെ അല്ല. അയ്യോ എന്താല്ലേ ഇത്ര കാലായി ഉറഞ്ഞിരി പോയി, അതാണ്. നമുക്ക് താഴെ വരെയുള്ള, നമുക്ക് എവിടം വരെയുള്ള ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി ഇത് വെട്ടി വെട്ടിയിട്ട് അവിടം വരെ എത്തിക്കാം. ഇത് ഇവിടെ 2 വട്ടം കൂടെ ഉണ്ട്. ഹലോ അങ്കിൾ. ആരാ? ആ ഇന്റർലോക്കേ നാളെ ഇവിടെ മൊത്തം ഇതാക്കി എടുക്കും. ഇന്റർലോക്ക് അങ്ങ് മാറ്റിയേക്കാൻ വിചാരിച്ചു. പിന്നെ എന്തോ ഇതോ, ഇത് വീഡിയോ എടുക്കുന്ന സാധനം. പൊന്നൻ പണിയെടുക്കുന്നേ വളരെ അപൂർവമായിട്ടുള്ളതാണല്ലോ ഞങ്ങളൊക്കെ പണി. അപ്പോൾ വീഡിയോ എടുത്ത് വെക്കുക. തുളസി കളിക്കളയോ? എന്താണെന്നറിയാം, നേരത്തെ എനിക്ക് പറ്റിയ പോലെയാണ്. അവിടെ അപ്പുറം കുടുങ്ങിയിരിക്കുക സാധനം. അപ്പോൾ അപ്പുറം പൊട്ടിക്കുക അവിടെ. അതല്ലടാ, ആ കട്ട കണ്ടോ, ആ സിമെൻറ്റിൻ്റെ പ്രശ്നം കണ്ടോ? അത് തന്നെ. ഓക്കെ. നമ്മൾ ഒരു വരി മുഴുവൻ എടുത്തില്ല. ഒരു വരിയായി. നമ്മുടെ ലക്ഷ്യസ്ഥാനം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു വരി എടുത്തു. ഇനിയിപ്പോൾ ഇതേപോലത്തെ വരിയുടെ എത്ര കോളം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 13 ഒരു കോളം നമ്മൾ തീർത്തു. അങ്ങോട്ടേക്കുണ്ട്. പണിയെടുക്കാൻ വരരുത്, വയറ്റി പിടിക്കും. കൊട്ടെടുത്ത് തലയിൽ വെച്ചിട്ടെ മമ്മി. ഇതോടെ കൊണ്ടുവരണേ. ഇതാകെ അച്ചാച്ചൻ പറഞ്ഞ ഇവിടെ മുന്നിൽ നിരത്തി വെക്കല്ലോ. കുറെ കാലം വണ്ടി ഉണ്ടാവില്ല ഇവിടെ. അവിടെ എന്നിട്ട് മുറ്റം മഴ സമയമാകുമ്പോൾ എന്തായാലും നമ്മൾ കൊടുക്കുമല്ലോ. ഇവിടെ ഇട്ടാ പോലെ അമ്മ ഇത് പിടി. ഇത് ചെയ്യ്. അമ്മയ്ക്ക് നേരെ നിൽക്കാൻ ജീവനില്ല. അമ്മയാണ് അവിടെയല്ല, അവിടെ അല്ലേപ്പാ, അവിടെ അടുക്കി വെക്കാൻ എളുപ്പം. കുറച്ച് ഉയരം ഉണ്ടാവില്ലേ? മോനെ, നമുക്ക് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്താലോ? ഇതിന് കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുത്താലോ? അതറിയാം, അവിടേക്ക് വെള്ളം കയറൂല. നല്ലതല്ലേ? അമ്മ എടുക്കാം. എവിടേക്ക് വെള്ളം? ഇത് നേരെ എന്തിനാടാ ഞാൻ അങ്ങോട്ട് വരാം. വെക്കാം. അപ്പൊ നമുക്ക് നടക്കാനും സുഖം. ഐഡിയ അല്ലേ? ഇങ്ങോട്ട് കൊടുക്കാം, അമ്മ ഇറക്കിയേക്കാം. എടുത്തോ. ഞാൻ ആദ്യം പറഞ്ഞേ എന്താ
അല്ലെങ്കിൽ ഇത് വലിയ മണ്ടം പരിപാടിയായി. മണ്ടം പരിപാടി അല്ലല്ലോ. അത് മണ്ടം പരിപാടി. എളുപ്പ പരിപാടി കൊണ്ട് പൊന്നെ ലൈഫ് ഹാക്ക്. അല്ല പൊന്നെ പരിപാടി പൊന്നല്ലേ എളുപ്പത്തിൽ എഫിഷ്യൻ്റ് ആയിട്ട്. എന്ത് ബുക്ക് ചെയ്തെന്ന്? സിനിമകളിൽ അതെനിക്ക് തോന്നില്ല അച്ഛാ അതിനെ കൊണ്ട് നടപടി ആവുന്നു. ഞാൻ എവിടെ ഭക്ഷണം കഴിക്കേണ്ടി വരും. അതെ ആ ഇങ്ങോട്ടേക്കാണോ ഇരിക്കുന്നതെന്ന് ഇടയ്ക്ക് നിന്റെ അടുത്തേക്ക് പുതിയ വെച്ചോ. എന്ത് ഇതേ ക്യാമറ വന്ന് ഇത് പിടിക്കണ്ടേ? ഇത് ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴി നല്ല ഇത് ഭരിക്കുന്നത്. പേടിക്കേണ്ട കുഴപ്പമില്ല. അമ്മ മാറി നിന്നെ. അത് ശരിയാ, ചെളി ആവാതിരിക്കേണ്ട ഒരു സാധനം അത്. ഞാനിവിടെ എന്നാ രണ്ട് ചീത്ത കേട്ടാലും അച്ചാതും കൂടെ സഹായിക്കാനുണ്ടല്ലോ. അപ്പോൾ വിളിക്കാം അമ്മേ. അമ്മേ നമ്മുടെ അച്ചാതിന് കാരണമൊന്നുമില്ല. അതാണ് എന്ത് കാരണത്തിന് ചീത്ത വിളിക്കും. അപ്പോ ഈ ഭാഗം എന്ത് ചെയ്യും? ഇവർ കോൺക്രീറ്റ് ഇട്ട് വെച്ച ഭാഗം പൊളിക്കാം. നമ്മൾ ഇത്രയാക്കി ഇത്രയായിട്ട് പകുതി ആയടാ. എവിടെ ഒരു കാൽ ഭാഗം ആയ വഴിയുടെ പകുതിയായി. ഒരു അർബാനാണ്. പക്ഷെ അർബാന മോട്ടറുള്ള മേലോട്ടേക്ക് വലിഞ്ഞ് കയറും. അർബാന മോട്ടറുള്ളതാണ് ന്യായമായ കാര്യം. പുട്ട് വാങ്ങിച്ചാൽ നമുക്ക് എം പി ആണല്ലോ എന്നാ പോകുന്നത്. നമ്മുടെ പുള്ളിയാണോ? രാഹുൽജി ആണോ? എൻ്റെ കാര്യമല്ല എന്തായാലും. ആ അമ്മയുടെ കൊടുത്തറ നല്ല നിമിഷം. ഞാനപ്പോഴേ കൊട്ടറച്ച് നോക്കാം. നീ ഇടയ്ക്കായിരുന്നു നല്ല നിമിഷങ്ങൾ പിടിച്ചെടുക്കും. വെറുതെ ഇരിക്കുകയാണ്. പൊന്നൻ്റെ ഉത്തരവാദിത്തമാണിത്. എന്താ അമ്മ നമുക്ക് പറയാനുള്ളത്? എണ്ണയൊക്കെ തേച്ചിട്ട് ചുമച്ചിട്ടും വയ്യ. ഇതെങ്ങനെയുണ്ട് നമ്മുടെ ഉദ്യമം? അമ്മയുടെ റോബോട്ട് ആവാനല്ല പറഞ്ഞത്, അമ്മയുടെ സെറ്റപ്പാണ്. മഴ വരുമ്പോൾ കുറച്ചും കൂടെ മേലെ നമ്മൾ തെറ്റ് ചെയ്യാൻ വേണ്ടിയില്ല. തെന്നിയടിച്ച് വീഴുവോ? ശരി, തെന്നിയടിച്ച് വീഴുവോ? തെന്നലാവും, അതാണ് പ്രശ്നം. കൊള്ളാം, എന്തായാലും സെറ്റ് ചെയ്യാമേ. അതിന്റെ കൊണ്ടത്തെ ഇത് അരികും മൂലം പൊട്ടിയതൊന്നും വെക്കുന്നില്ല. ഓക്കെ.
അങ്ങനെ അറിയുമ്പോ പൊളിയും മോനെ. അതറിഞ്ഞ് മാറിക്കമ്മേ. പൊളിഞ്ഞു പോകും. കുതിർന്നിരിക്കല്ലേ. കാണുമ്പോ നമ്മുടെ അച്ചാച്ചൻ എന്താ പറയാന്നറിയില്ല. ഇതൊന്നിങ്ങനെ വെക്കാനാണ് പറഞ്ഞത്. എന്റെ അതിന്റെ അരിവെല്ലാം നിങ്ങൾ പൊട്ടിക്കുക. അപ്പൊ ഇവിടെ ഷേപ്പ് കിട്ടില്ല മോനെ. ഒരു കൊട്ടയും കൂടെ ഇല്ല, കൊട്ട കൂടെ എടുത്തിട്ട് വാ. എന്നിട്ട് വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടോ അതിലെല്ലാം പൊട്ടിക്കും. ഈ ഒരു കൊട്ട ഒരു കൊട്ട നിറച്ച് വെക്കാം. അതാ കുറച്ചുകൂടെ നല്ല പരിപാടി. ഇത് അരിവെല്ലാം പൊട്ടി. എത്ര കട്ട പൊട്ടിപ്പോയി നോക്ക്. നാളെ ഇത് മൊത്തം ഇതാക്കും ആൻറ്റി. നാളെ ചേച്ചി ഉറങ്ങുമായിരുന്നോ? അത് ചാൻസ് ഇല്ലെന്ന് അച്ഛൻ വീഡിയോ ഇതൊക്കെ നല്ലൊരു ഇതല്ലേ ആൻറ്റി, നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാലോ ഇത് ഇങ്ങനെ ഒരു സംഭവം. എന്താ മടുത്തോ? എന്നാ ഞാൻ കുറച്ച് ഞാൻ കൊത്താം. ചെയ്യാതെ ഇരിക്കുന്നോണ്ടോ പണിയൊന്നും ചെയ്യാതിരുന്നു ഭയങ്കര റെഡി തന്നെ. ലസ അങ്ങോട്ട് കൊണ്ടിട്ടോ. അമ്മ നിങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ ഇവിടെ കൂടെ തീർത്തിട്ട് തരാം. ലെവലാക്കും. ഇതിൻ്റെ ഉള്ളിലായിരിക്കും പാമ്പുണ്ടാവുക. വലിയ കൊത്താല്ലേ? കല്ലെന്തേലും എടുത്ത് ഇപ്പൊ തൽക്കാലം എടുക്കട്ടെ തന്നെ. നാളെ എന്തായാലും മാന്തുമല്ലോ. എന്തിനാ പിന്നെ പൊത്തടച്ചേ? ഒരു രസം
എന്തോ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പഠിച്ചില്ല. ഇവിടെ നാളെ JCB കൊണ്ട് പഠിക്കും. അപ്പൊ ഈ പഴയ ഇതൊക്കെ മാറ്റിയില്ല. എന്തോ ആ അതെന്ന് പോയി പറഞ്ഞു. അപ്പൊ ഞാൻ ഇതേ ഉയരത്തിലാക്കും. ആദ്യം പിന്നെ പ്രശ്നം കിട്ടും. കാരണം ഇവിടെ ഒന്നും വേറെ വിട്ടുപോയ സ്ഥലമില്ലല്ലോ. നോക്കിയിട്ട് കാര്യമില്ല. എന്നാ ചെയ്യാണ് നോക്കണം. ആ ഞാൻ എല്ലാവരും എൻ്റെ ഭാഗത്തേക്ക് ആക്കാം. അതിന് മാറിയിരുന്നേ. പിന്നെ ഗോപുരം ഇങ്ങോട്ട് വെച്ചിരുന്നാ എന്തോ നാളെ മൊത്തം മാന്തം ഇവിടെ ഇളക്കി വെക്കാൻ വിചാരിച്ചു. അല്ല അതുണ്ട് ഇവിടെ ഉണ്ടെങ്കിലേ. പക്ഷെ അതുകൊണ്ട് എളുപ്പം ഇതുകൊണ്ട് ഇളക്കാൻ. കാരണം അതുകൊണ്ട് കുട്ടിയിട്ട് ഇങ്ങനെ വലിക്കണ്ടേ. ഇത് ഭയങ്കര എളുപ്പത്തിൽ വരുന്നുണ്ട്. അമ്മ ഇതുകൊണ്ട് സുഖം അമ്മേ. ഓ ഇവിടെ വരെ മതിയല്ലോ. ഇതില് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അവരിട്ട് കാൽ ഭാഗത്തോളം വെള്ളത്തിൽ ഒളിച്ചു പോയി. അതെല്ലാം നമ്മുടെ കിണറ്റിൽ കിടക്കുന്നുണ്ട്. ആ മുത്തങ്ങയിൽ ഇന്ന് ഞങ്ങളൊരു വീഡിയോ ഉണ്ട്. ഒരുത്തനെ ഒരു ആനക്കൂട്ടം ഓടിക്കുന്നത്. അത് മുത്തങ്ങയായിരുന്നു. അല്ല മുത്തങ്ങയല്ലേ അത്? അച്ചാത്തൻ ഞങ്ങൾ ഓടിച്ചിട്ട് എടുത്തായിരുന്നു. അച്ചാത്തൻ ഞങ്ങൾക്കുള്ള തീറ്റ എടുത്ത് പറയുന്നുണ്ട്. അച്ചാത്തനെ ഞങ്ങൾ അപ്പത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അച്ചാനോട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു. അച്ഛൻ സമാധാനം അച്ഛനെ സമാധാനം കെടുമെന്ന് പറഞ്ഞു. ഇവിടെ പോയിക്കോളാൻ പറഞ്ഞു.
അപ്പച്ചാൻ കാര്യം മനസ്സിലായി. അപ്പച്ചാനെ കാര്യം ഓവറോൾ പറഞ്ഞു തന്നിട്ട് പോയി. ചെയ്താൽ മതി. അവിടെ സൈഡങ്ങ് മാന്തിയില്ല എങ്കിലേ കാർ ഇറക്കാൻ റിസ്ക് ഉണ്ടാവും എങ്കിലേ. അല്ല അതല്ല അവിടെ കട്ടി ഉണ്ടല്ലോ, ഇതാവാനുള്ള സാധ്യത ഇല്ലല്ലോ. അത്യാവശ്യം സ്പേസ് വിട്ടല്ലേ എടുത്തിരിക്കുന്നത്. ആ അതെ അതെ കുഴപ്പമുണ്ടാവും. ഞാൻ പറയാം കുറച്ച് അങ്ങോട്ട് മാറ്റിയിടാൻ ആവേക്ക് വേദനയൊക്കെ കുറവുണ്ടല്ലോ. അയ്യോ ഭയങ്കര വലുതാണല്ലോ. ചെറുതിനാണ് വേദന കൂടുതലെന്ന് കേട്ടിട്ടുണ്ട്. ചെറുതാണോ വലുതാണോ? ആ വെള്ളത്തിൽ ഇത് ടെസ്റ്റ് ചെയ്തു. TDS ടെസ്റ്റ് ചെയ്ത് നോക്ക്. മറ്റേ കിണറിൻ്റെ ഈ കാൽസ്യത്തിൻ്റെ കണ്ടന്റ്. അങ്ങനെ 1.5-2 മണിക്കൂറിൻ്റെ മെനക്കേടുകൾക്കൊടുവിൽ കട്ടകളെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. വണ്ടിയിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ആൻറ്റി 2 വരി കട്ടം കൂടെ അവിടെ നടക്കിയിട്ട് നോക്കട്ടാ. ആൻറ്റി അവിടെ പോയി വിശ്രമിക്കൂ. അധികം നേരം പണിയെടുക്കണ്ട. ഈ കമ്പനി എല്ലാം ഉടായ്പ കമ്പനിയാണ്. വേണ്ട നമ്മടുത്തോ മടുത്തോന്നോ അടപ്പിളക്കി. അപ്പൊ ആന്റിയോ? ആന്റി ഉള്ളിൽ കയറില്ല. ആന്റി വീട്ടില് അല്ല ആ ചെളി കൊണ്ടല്ല ഉള്ളിൽ കയറി. എങ്ങനെയുണ്ട് മടുത്തോ? അമ്മയുടെ വർക്കുകൾ നോക്കട്ടെ അമ്മ ചെയ്തേ. അമ്മ ശിലായുഗത്തിലെ മനുഷ്യരെ പോലെ, അതേപോലെ കല്ലിന് പകരം കോൺക്രീറ്റ് കട്ടകൾ അടുക്കി വെക്കുകയാണ്. എങ്ങനെയുണ്ട് പണി? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. അതല്ല ഇത് ഈ ചുക്കിലിയൊക്കെ എങ്ങനെയാണ് തൂക്കും നമ്മുടെ വീട്ടിൻ്റെ? അത് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ചുക്കിലി ഇറക്കേണ്ടി വരും. ഉണ്ടാക്കുമോ? നോക്കാം. വർക്ക്ഷോപ്പിൽ പറഞ്ഞാൽ മതി. ഇതിൻ്റെ അടി പറഞ്ഞു കൊടുത്തിട്ട്. അയ്യോ പിന്നെ നമുക്ക് തീർക്കാലേ പരിപാടി. നല്ല കട്ട ഇട്ടുകൊണ്ട് ഇവിടെ വെച്ച് കൊടുത്താലേ പൊട്ടക്കട്ടയൊക്കെ അങ്ങോട്ട്. തീട്ടതല്ല ആൻറ്റി, ഇത് അടുപ്പ് എത്തിച്ചതാ. തൻ്റെ കായിക ശക്തി മറ്റുള്ളവർ മുമ്പിൽ തെളിയിക്കുവാനായി ചെസ് നമ്പർ 1 കോൺക്രീറ്റിൽ കുടുങ്ങിപ്പോയ ഇന്റർലോക്ക് കട്ടകൾ കുത്തി കിടക്കുന്നു. ഇങ്ങോട്ട് തന്നെ ബാക്കിനൊക്കെ എങ്ങനെയുണ്ട്? ഇതിങ്ങനെ കുത്തി എൻ്റെ മേത്ത് പറന്ന് പറഞ്ഞിട്ട് അപ്പോഴാ കോമഡി ആവുക. നമ്മുടെ മല്ലൻ വൺസ് മോർ. ആ ബെസ്റ്റ്. കല്ല് വെച്ച് അച്ചാച്ചനോട് നമ്മൾ ഒഴിവായി പോകാൻ പറഞ്ഞല്ലേ.
അത് ഞാനിപ്പോൾ കാറും കൊണ്ട് വരാം, നമ്മൾ പോകുന്നില്ലേ, അപ്പോൾ അച്ഛനെ കാറിൽ കൂട്ടിയിട്ട് വരാം. അപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താ പറഞ്ഞാൽ ഞാൻ കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പോകണ്ടേ. ഓക്കെ, ഞാൻ ചൊല്ലിട്ട് എൻ്റെ അമ്മോ എൻ്റെ അടപ്പിളകി. ആഹാ ഇളകിയില്ലേ? ആ ആ ആൻറ്റി രാത്രിത്തെ ഭക്ഷണം വെക്കണ്ട കേട്ടോ ആൻറ്റി, നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അത് കുഴപ്പമില്ല, അത് നാളെ കഴിക്കാം. എന്താടാ? അതെ, ഏത് ഏതാ കട്ട വേണോ ആൻറ്റിക്ക്? അത് വേണോ? ആ എടാടാ മതി, വാ അത് മതി. ഇനി ആ ഒരു കട്ടയും കൂടെ ഉണ്ടല്ലേ. വെൽ ഡൺ മൈ ബോയ്. ചെറിയ ചെറിയ കഷ്ണാക്കി. മാറിയെന്നോ സാധനം? എൻ്റെ മോനെ ഇവനാണ് മല്ലൻ. മലയിക്കോട്ടെ വാലിബാ. ഇളകിയോ? ഏതാ എൻ്റെ? ഓ അതൊക്കെ ഇറങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. എന്തായി പോന്നോ? അത് പൊളിഞ്ഞു. ഏത്? അവിടുന്ന് തെറിച്ചു പോന്നു. ആ കാര്യമില്ല, പിന്നെ ഇത് നമുക്ക് ഒഴിവാക്കാം. ഓലേ ഓലേ ഓ അമ്പ എന്നാ പൊന്നനെ എന്നെ നമ്മൾ വിചാരിച്ച ആളല്ല ആൻറ്റി. ഞാൻ നീ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് എത്തിക്കണമെന്നായിരുന്നു. അത് എത്തിച്ചല്ലോ എന്നെ സുഖമായിട്ട്. അത് ഒറ്റക്കൈയില്ലേ? ഒരു കാര്യം വേറെ വഴിയുണ്ട്. ഇത് 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 ആ ചീവി ചീവി വരുന്നുണ്ടല്ലോ. ഇതിനെ രക്ഷിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്താ ഏറ്റവും നല്ല വഴി എന്താ അറിയോ? ഇതാ ആ അത് വരുന്നുണ്ട്. ആ ആ ആ ആ നമ്മൾ പൊടിച്ച് കളയാണ്. എനിക്ക് കാര്യമില്ല ഇങ്ങനെ എൻ്റെ കാര്യമില്ലടേ. ഞാൻ കട്ട അതല്ല, ഇതെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാം. അപ്പം പിന്നെ കാര്യമില്ല. തന്നല്ലേ അതിലില്ലേ? അതിലുള്ളൊന്നും രക്ഷിച്ചില്ല. നാം അറിയാൻ ഈ കട്ടയൊന്നും എടുത്ത് എത്ര ദൂരം എറിയാൻ പറ്റും? ഈ കല്ലേ അയ്യോ അയ്യോ ഊർന്നൂർന്ന് പോകും. ഇവിടെ നിന്നിട്ട് എവിടം വരെ? ആ കല്ല് കിടക്കുന്നുണ്ട് വീട്ടില്. ആ അതിൻ്റെ അപ്പുറത്ത് പോയല്ലോ. ഇല്ല ഇല്ല അതിൻ്റെ അടുത്ത് എത്തിയില്ല അല്ലേ? ഞാൻ ആ കല്ലോ. അങ്ങനെ നമ്മൾ എല്ലാ ഇൻ്റർലോക്കുകൾ ഇളക്കി ആദ്യം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ലെയറൊന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട്. മറ്റേ മഴയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇതുവരെയൊക്കെ നടന്നു പോകണമെങ്കിലും കാര്യത്തിന് സെറ്റ് ചെയ്യാൻ വേണ്ടി അമ്മയുടെ ഐഡിയ ആണ്. എത്രത്തോളം റെഡി ആവുന്ന ഒരു ഐഡിയ ഇല്ല. പൊന്നന് ഇവിടെ കണ്ടേ ക്ലീനിങ് വർക്കിലാണ്. അങ്ങനെ പോകുന്ന തന്നെ ക്ലീനിങ് വർക്കുകൾ. ആൻറ്റി
വീതി പോയോ? കൈ 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 ശക്തി കൂടുതലാ. ശക്തി കുറവില്ല. അമ്മ കുറച്ച് ദൂരെ പിടിക്കുന്ന മുനയാക്കല്ലേ എന്നാ ഇതാണ് അഹങ്കാരം. മഴ പെയ്യുന്നുണ്ടോ? മഴയല്ല, അങ്ങോട്ട് പോയി. അവിടെ നീ കാണിക്കേ, അതാണ് കാണുന്നത്. അതെല്ലാം കാണിച്ചു കൊടുത്തു. കാണിക്കാൻ പറഞ്ഞ നമ്മളോട് തന്നെയാണ്. ഭാവി കുറച്ചാലും കഴിയുമ്പോൾ കാണുമ്പോഴേ ഇവിടെ പറഞ്ഞോ അത് നിന്നെ അതിലേക്ക് നോക്കുന്നു. അപ്പം നിന്റെ കണ്ണു കാണും, അപ്പം നിന്റെ കണ്ണിലേക്ക് പോകും. അതാണ് കുഴപ്പം. അതായത് ഇത് ഞാനും പൊന്നനും ഒരു 10 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോൾ അതിനു വേണ്ടിയാണ് ആദ്യമേ ഇപ്പോഴേ പറയുന്നത്. പറ അടിയിലത്തെ ഇതിൻ്റെ ചെളി നോക്കി അതൊക്കെ വൃത്തിയാക്കാം. അതായത് ഭാവിയിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഇതാക്കുന്ന എൻ്റെ ഡയറി കുറിപ്പാണ്. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. വീട് ഇതാക്കുമ്പോഴേ ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണണ്ടേ? അത് ന്യായമായ കാര്യം. പാമ്പ് കണക്കുന്നില്ല. നമ്മ എന്താ പണ്ട് പാമ്പോ ഞാനോട് പറഞ്ഞു എനിക്കാറാ പൊട്ടിനകത്ത് പാമ്പുണ്ടാവും. അത് കപ്പ വാട്ടിയ മണാണെങ്കിലോ? മാറമ്മേ, അമ്മ ഇതിന്റെ അടുത്തേക്ക് മാറമ്മേ. അന്ന് മറ്റേ രീതിയിലാക്കിയത് തന്നെ വീതി കൂട്ടിയിട്ടേ. ഇതിന് ദൂരോട്ടാകുമ്പോഴേ അടിപൊളി. ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്കൊരു വിലയുണ്ടാവും. അവിടെയൊക്കെ ചുമര ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കഴുകട്ടെ. അതെ പൊട്ടിയിരിക്കുന്നു. ഇപ്പോഴും ഞെക്കി പിടിച്ചോണ്ടിരിക്കുക. പൊന്നന്റെ ഡയറി കുറിപ്പിൽ 10 കൊല്ലം കഴിയുമ്പോൾ പൊന്നത് കാണുമ്പോൾ പൊന്നനോട് എന്താണ് പറയാനുള്ളത്? 10 കൊല്ലം നീ ആഗ്രഹിച്ചെല്ലാം നേടിയെന്ന്. അമ്മയ്ക്ക് എന്താണ് 10 കൊല്ലം കഴിയുമ്പോൾ ഈ വീഡിയോ ആണ് പറയാനുള്ളത്? 10 കൊല്ലം ഞാനിവിടെ ഉണ്ടാവും. ഞാൻ അവിടെ നിന്ന് നമ്മ കണ്ടാൽ മതി. ഇന്റർനെറ്റിനെ സെറ്റ് ചെയ്ത ഒന്നും കൊറേ ഉണ്ടല്ലോ. കൊറേ സാധനം മ്യൂട്ട് ചെയ്ത് കളയേണ്ടിയൊക്കെ വരും. പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മ്യൂട്ട് ചെയ്യുക. മലങ്കര പള്ളിയിൽ എന്ന് പറഞ്ഞാൽ മലങ്കര മ്യൂട്ട് ചെയ്യുക, പള്ളിയിൽ നിന്നാക്കുക. അപ്പം എന്താണ് നമുക്ക് ഭാവി കാണാൻ നമുക്ക് ആരും മനസ്സിലാവുകയും ചെയ്യും. എന്താ പറഞ്ഞതെന്ന് മാക്സിമം അൺകട്ട് ആക്കുക. എന്നാ പനി വന്നത് അങ്ങനെയാ തന്നെ. അങ്ങനെ പനി വന്നത് അങ്ങനെയാ. അമ്മേനെ കുളിപ്പിക്കാൻ ഞാനെന്നെ ഒരു ദിവസം നിങ്ങളുടെ കൂടെ കളിച്ചിട്ടുണ്ടില്ലേ, പിറ്റേ ദിവസം എനിക്ക് പനി വന്നു. ഇപ്പോഴും പനി വരും, പേടിക്കണ്ട. എൻ്റെ എവിടെയൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഓർഡർ ചെയ്യേണ്ടത്? എന്താ ഓർഡർ ചെയ്യേണ്ടത്? ആൻറ്റിക്ക് എന്താ വേണ്ടത്? ആൻറ്റീൻ്റെ അങ്കിൾ വരുന്നോണ്ട് വിളിക്കാറ് വേണ്ടാന്ന് പറയും. ഇല്ല, എന്തായാലും വാങ്ങിക്കൊടുക്കണം. പൊന്നെന്താ വേണ്ടേ? എന്തേലും വാങ്ങിക്കോ. എന്തേലും അല്ല, എന്താന്ന് പറയണം. സാധാരണ അതെന്താ? മന്തിയോ? രാത്രി വേണ്ട അല്ലേ മന്തി? അമ്മയ്ക്ക് എന്താ വേണ്ടേ? അച്ചാത്തിന് നല്ലതേതാ? അച്ചാൻ നല്ല കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും നല്ലതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം എണ്ണയിൽ പൊരിച്ചതും. പിന്നെ ഉള്ളതിന് എനിക്ക് മന്തി ആയിരിക്കും, വേവിച്ചതായതുകൊണ്ട്. നല്ലത് ചപ്പാത്തി അല്ലേ? വീറ്റ് ചപ്പാത്തി അല്ല, ചപ്പാത്തി വീറ്റ് തന്നെയാണല്ലോ അല്ലേ? എന്തുകൊണ്ടാണ്
ചപ്പാത്തി പിന്നെന്താ മസാല ഇല്ലാതെ നിങ്ങൾ എടുക്കുന്ന ആ സാധനം അതുകൊണ്ട് ഡിസൈൻ നോക്കുന്നെ ലൈറ്റൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ദൂരോട്ട് മാറിക്കാൻ നമുക്ക് ഇതായി തരാം അടിച്ചിട്ടാണ്. മോനെ ആ ഞാൻ ദൂരോട്ട് മാറി നിൽക്കുമ്പോൾ റിയാൻ നമുക്ക് കുളിപ്പിച്ച് തരാമെന്ന് പറഞ്ഞത് മഴയത്ത്. അത് കുഴപ്പമില്ല തന്നെ. ഒരു ദിവസമൊക്കെ എക്സ്ക്യൂസ് കൊടുക്കുക. അച്ചാതിനിപ്പോൾ അധികം കഴിക്കൊന്നുമില്ല എന്തായാലും ഇപ്പം വാങ്ങിച്ചാലും അങ്ങനെ വേണ്ട. അമ്മയ്ക്ക് വയ്യാത്ത തന്നെ. ആഹാ ആലിലക്കണ്ണ മഴ അയ്യോ ഇതൊരു ഇരട്ടിപ്പണി ആയല്ലോ അമ്മേ. പൊന്നാ ഇവിടെയും കൂടെ നടിക്കാവോ ഈ ചെളിയില്? അത് അങ്ങോട്ടേക്ക് അതല്ല ഞാൻ എന്താ പറയുന്ന അറിയോ, ഇത് അങ്ങോട്ടേക്ക് ഉന്തി വിട്ടാലോ വെള്ളം ഒടിച്ചിട്ട്? ആ കണ്ടോ? അല്ല അതിന്റെ എന്താ പിന്നെ ഇതിനകത്തേക്ക് ചെളി വരും. പിന്നെ ഒരു കഴിവുണ്ടേ ഇനി എന്തിന് വെള്ളം കളഞ്ഞ അതാ ഞാൻ ആലോചിച്ചേ. നാളെ മഴ വരുമ്പോഴും പിന്നെ അതേപോലെ തന്നെ ആവും. നാളെ മഴ വരുമ്പോൾ പിന്നെ ഈ മണലൊക്കെ തിരിച്ചു. അടിക്കല്ലേ ഒന്ന് ഞാൻ കൂട്ടിത്തരാൻ പോണ എളുപ്പത്തിലാക്കാൻ. വെള്ളമൊന്നും കളയണ്ട കൊണ്ടുപോയാൽ മതിയല്ലോ. തെറിക്കുക ഇങ്ങോട്ടേക്ക്. അത് നമുക്കൊന്നും കഴിയാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെടി ഇവിടുന്ന് പോകുന്നില്ല. ചെടി തെറിക്കുന്നുള്ളൂ വെള്ളമായിട്ട്. ഞാനിങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത് അങ്ങോട്ടൊരാണെന്നാണ്. ഞാൻ നിങ്ങളോട് മലയാള ഭാഷയിലാണോ പറഞ്ഞിട്ട് ഇത് ശരിയാവില്ല എന്ന് ശ്രമിച്ചു നോക്കുന്നതിന് കുഴപ്പമില്ല തന്നെ. പന്നം പറയുന്നത് തെറ്റിയാലോ അങ്ങനെ. കാരണം ഇത് ചെളി തെറിക്കും. ഇത് മറ്റേ വെള്ളമായിട്ട് അങ്ങ് പരക്കുള്ളൂ.
ഇത് മതിയമ്മേ. ഇത് വെറുതെ ഇതാക്കാൻ വെക്കണം, വെറുതെ വെള്ളം തീരാന്നല്ലാതെ. അപ്പോൾ നമ്മുടെ പരിപാടി വിളിച്ചിട്ടിരിക്കുന്നു. അതിൽ വെള്ളം ഉണ്ടോ? ആ കുറച്ചിട്ട് പകുതി പുറത്ത് കളഞ്ഞു. ഓട്ടയാണ്. അയ്യോ, അതിന്റെ എന്താ എനിക്ക് വേണ്ട? മോനെ ഇവിടെ കൂടെ ഒന്ന് അടിക്കുവാനാ. മോനെ ഇവിടെ കഴിവ് മോനെ, ഇവിടെ കഴിവുതാ. അതല്ലേ കഴി കഴിഞ്ഞില്ല അവിടെ എല്ലാം. ഇല്ല, സ്റ്റെപ്പ് ചെളിയായി. എവിടെ കഴിക്കണ്ടെങ്കിൽ സ്റ്റെപ്പ് അവിടെ ആകാത്തൊരു ഇതങ്ങ് അടിച്ചു കഴിയട്ടെ. മോനെ ക്യാമറ നിറയെ ചെളി, ഞാൻ കണ്ടില്ല ഇതിവിടെ ഇരിക്കണേ. മോനെ ഫുൾ ചെളി, ഞാൻ അറിയില്ല, കണ്ടില്ല ഇത്. ഞാൻ അതിന്റെ മേളിലേക്കെല്ലാം ചെളി അടിച്ചിട്ടു. ഇത് ഓണാ? അപ്പൊ ഞാൻ അടിച്ചതെല്ലാം കണ്ടില്ല. അത് അടിച്ചത് കണ്ടു, അതാണ് അത് ഇടണ്ടേ. ഇതമ്മ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഭാവിയിലെ നമ്മൾക്ക് വേണ്ടി ഉള്ള ഡയറിക്കുറിപ്പുകളാണ്. തുടച്ചാ തീരാവുന്ന ചെടികളിൽ ഇതൊക്കെ ചെളിയാണ്. ഇതാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിനചര്യകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഭോജന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്. അമ്മയെ ടാറ്റതാ. 10 കൊല്ലം കഴിയുമ്പോൾ അമ്മയെ കാണണം ഞങ്ങൾക്ക്. എവിടുന്ന് കാണും? ഞാൻ പോയി കഴിയുമ്പോ അല്ലേ? ഇതിൽ നോക്കിയിട്ട്
ടാറ്റാ. ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു. പൊന്നെ കാണുന്നില്ല ലൈറ്റ് ഇതായിട്ട്. അവിടെ 3 പേര് കൂടെ വന്നോ. ഒരാള് ചൂല് ചൂലമ്മയാണ്. തെറ്റല്ലേ? പണി അവസാനിച്ചു. യെസ്. എന്താണ് നല്ല ഫുഡ് കഴിക്കാൻ പോവല്ലേ? അതെ. ബൈ.